Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuwassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma, Rabbi sidni ilma, Rabbi sidni ilma. In the previous classes we studied chapter 5 money maths, and today we are going to do the exercises from page number 102. Okay, so the third question is, two questions we already done in the last class. The third question is, Varun took out a loan of 25,000 rupees from a bank which charges 11% interest compounded annually. He paid back 10,000 rupees after 2 years. How much should he pay after one more year to settle the loan? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്? വരുൺ took out a loan of 25,000 rupees from a bank. ഒരു ബാങ്കിൽ നിന്നും വരുൺ 25,000 rupees ലോൺ എടുത്തു, and its interest rate of interest is 11% and it is compounded annually. കൂട്ടുപലിശയാണ് അല്ലേ? He paid back 10,000 rupees after 2 years. 2 years കഴിഞ്ഞപ്പോഴത്തേക്കും വരുൺ ഒരു 10,000 rupees അങ്ങോട്ട് പേ ചെയ്തു. How much should he pay after one more year to settle the loan? അപ്പോൾ എന്താണ്, 2 years കഴിഞ്ഞപ്പോൾ ഒരു 10,000 അടച്ചിരുന്നു, ദെൻ ടോട്ടൽ എടുത്ത് എത്രയായിരുന്നു? 25,000 ആയിരുന്നു. അപ്പം 2 years കഴിഞ്ഞ് 1 more year കൊണ്ട് കഴിഞ്ഞു, അതായത് ടോട്ടൽ 3 years കഴിഞ്ഞപ്പോഴത്തേക്കും വരുണിന് ആ ലോൺ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വരുൺ അവിടെ പേ ചെയ്തു, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് വൺ ന്യൂ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസിലി. എന്തായിരുന്നു ഇക്വേഷൻ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n. P into 1 + r/100 the whole raised to n. This is the equation. Okay, and നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് amount after 2 years including compound interest. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് എത്ര എമൗണ്ട് 2 year കഴിഞ്ഞിട്ട് വരുണിന് അടയ്ക്കാനുള്ളത്. എന്താണ് ഇക്വേഷൻ? P into 1 + here P is 25,000 into 1 + R is 11% by 100 the whole raised to n here n is 2. Okay, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 25,000 ഇൻറ്റു 111/100 ഇൻറ്റു 111/100. സോ ഇതെങ്ങനെയാണ് വന്നത്? 100 ഇൻറ്റു 1 + 100 ഇൻറ്റു 1 + 11/100 അങ്ങനെ 2 times വന്നതുകൊണ്ടാണ് നമ്മൾ 2 times മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിനി എന്താണ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ ആൻസർ 30,802.50. സോ 2 years കഴിഞ്ഞപ്പോഴത്തേക്ക് വരുൺ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞ് 30,802.50. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 3rd year കഴിഞ്ഞിട്ട് വരുൺ 2 years കഴിഞ്ഞപ്പോൾ എത്രയായിരുന്നു? ഒരു 10,000 പേ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ 3rd yearലെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 10,000 കൂടെ അടച്ചതിന് ശേഷം വരുന്ന ബാലൻസ് എമൗണ്ട് ആണ് 3rd yearലോട്ട് കയറുമ്പോൾ ഉള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്നും 3rd year's principal is equal to 30,802.50 minus 10,000. So അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get 20,802.50. This is the principal amount for 3rd year. അപ്പോൾ 3rd year സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി. Then we have to find 3rd year's interest. അപ്പോൾ 3rd year's interest ഫൈൻഡ് ചെയ്യണം. 3rd year's interest is equal to
എന്താണ് തേർഡ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? എങ്ങനെ ഫൈൻഡ് ചെയ്യും? 20,802.50 ഇൻറ്റു 11/100. സോ അത് ചെയ്യുമ്പോൾ 2288.27 കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ടു ക്ലോസ് ടു സെറ്റിൽ ദ ലോൺ. അപ്പോൾ ലോൺ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് പേ ചെയ്യേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് തേർഡ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് അല്ലേ. സോ എമൗണ്ട് to be paid to settle loan is equal to 20,802.50 plus 2,288.27. So add ചെയ്യുമ്പോൾ എന്ത് കിട്ടും? We will get 23,090.77. റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 91. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? P × 1 + R/100 the whole raised to n. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസിലെ 3 പ്രോബ്ലംസും ഫൈൻഡ് ചെയ്തത്. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദ ചാപ്റ്റർ, ദാറ്റ് ഈസ് ചേഞ്ചിങ് ടൈംസ്. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി ചേഞ്ചിങ് ടൈംസ് ഉണ്ട്. അതായത് ഈ വരുന്ന സ്കീം, ഈ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുന്ന സ്കീം നമ്മളൊന്ന് മാറ്റിയിട്ട് അത് ഹാഫ് ഇയർലി ആക്കാം, ക്വാർട്ടർ ഇയർലി ആക്കാം, അങ്ങനെ എല്ലാം ആക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ചേഞ്ചിങ് ടൈംസ് വരുന്നത്. ദാറ്റ് ഈസ് ദർ ആർ സ്കീംസ് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് എവറി 6 months ഇൻസ്റ്റെഡ് ഓഫ് എവറി ഇയർ. നമ്മൾ ആനുവലി എന്ന് പറയുന്നത് ഇയർലി അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്. അതായത് നമ്മൾ 1 year കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്ത്, അതായത് ഒരു വർഷം കൂടുമ്പോൾ കൂട്ടുപലിശ കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ ആ സ്കീം മാറ്റിയിട്ട് 2 times ഒരു ഇയറിൽ എന്താണ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 months കൂടുമ്പോൾ 2 times എന്ന് പറയുമ്പോൾ 6 months കൂടുമ്പോൾ അതാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ദർ ആർ സ്കീംസ് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് every 6 months is called instead of year. Every 6 months is called, it is called half yearly compounding. And there are also schemes in which interest is compounded every 3 months. Such a method is called quarterly compounding. അതായത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന്, ക്വാർട്ടർ മീൻസ് കാലല്ലേ. അപ്പം ഒരു 12 monthsൽ 4 times ആണ് ക്വാർട്ടർ വരുന്നത്. അപ്പം 12 / 4 നമുക്ക് 3 months കൂടുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നതിനാണ് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. സോ 2 types ഓഫ് കോമ്പൗണ്ടിങ് ഈസ് ഹിയർ, ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആൻഡ് ക്വാർട്ടർ ഇയർലി കോമ്പൗണ്ടിങ്, അല്ലെങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയും. ഇൻ എ ഇയർ ദർ ആർ 2 half years അല്ലേ. ഒരു ഇയറിൽ 2 half years ആണ്. അതായത് 6 months ഒരു ഹാഫ്, അടുത്ത 6 ഒരു ഹാഫ്. ഏതൊക്കെ കോമ്പൗണ്ടിങ് ആണ്? 1 is half year, half yearly compounding and quarterly. Half yearly compounding and quarterly compounding. So in a year there are 2 half years and 4 quarter years. അതായത് ഒരു ഇയർ, 1 year എന്ന് പറയുന്നത് 1 year is equal to 2 half years or 4 quarter year. അപ്പോൾ 1 yearൽ എത്ര ഹാഫ് ഉണ്ട്? 2 halves. ആൻഡ് എത്ര ക്വാർട്ടർ ഉണ്ട്? ദർ ഈസ് 4 quarters.
2 halves and 4 quarters. അല്ലേ? ആൻഡ് വെൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, ഇൻട്രസ്റ്റ് ഒരു ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ദ ടൈം വിൽ ബി 2 times the number of years of the deposit or loan period. When interest is compounded half yearly for n years, the computation is made for 2.5 years. അതായത് നമ്മൾ എന്താണ് നേരത്തെ ഇക്വേഷനിൽ n പ്ലേസ് ചെയ്തിരുന്ന സ്ഥാനത്ത് നമ്മൾ 2n ആണ് ഇടുന്നത് അല്ലേ? 2n ആണ് ഇടുന്നത്. അതായത് 2 times ഹാഫ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 2 times the number of years of the deposit, and when interest is compounded half yearly for n years, കമ്പ്യൂട്ടേഷൻ ഈസ് ഫോർ 2n. അപ്പം n ഇയേഴ്സ് എന്ന് പറയുന്നത്, അതായത് 1 ഇയർ ഒക്കെ ആണെങ്കിൽ ഫോർ എന്നിൻ്റെ സ്ഥാനത്ത് 1 വരുവാണെങ്കിൽ 2 ആയിട്ട് 2 ഹാഫ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ആൻഡ് ഫോർ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ഓഫ് ഇൻട്രസ്റ്റ്, ദ നമ്പർ ഓഫ് ക്വാർട്ടേഴ്സ് വിൽ ബി 4 times the number of years for which interest is compounded. If the deposited loan is for n years, the interest is compounded 4n times on quarterly basis. അതായത് ക്വാർട്ടർലി കോമ്പൗണ്ടഡ് ആണെങ്കിൽ, ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ എന്ത് വരും? അത് ഒരു ഇയറിൽ 4 times കോമ്പൗണ്ട് കൂട്ടുപലിശ ഓരോ 3 month കൂടുമ്പോഴും അത് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എന്നിൻ്റെ പ്ലേസിൽ ഫോർ n ഇയേഴ്സ് 4n ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് വി ഹാവ് വൺ എക്സാമ്പിൾ. Anil deposited 20,000 rupees in a bank which pays interest compounded half yearly. The annual rate of interest is 8%. And how much would he get back after 1.5 years? അപ്പോൾ അനിൽ ഒരു 20,000 rupees ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു, വിച്ച് പേയ്സ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ നേരത്തെ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ എന്താണ് ഹാഫ് ഇയർലി ആണ് വരുന്നത് അല്ലേ? സോ ഹാഫ് ഇയർലി ഓരോ 6 month കൂടുമ്പോഴും എന്താണ് ആ ഒരു 20,000 ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ആ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് ഇപ്പോൾ 20,000 6 month എത്ര ഇൻട്രസ്റ്റ് വരുന്നോ ആ 20,000 കൂടെ ആ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ 6th 7th month വരുമ്പോൾ ആ പുതിയ എമൗണ്ട് ആയിരിക്കും അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ. ആൻഡ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8%. അപ്പം ആനുവൽ റേറ്റ് ആണ്, ആനുവൽ ഇയറിലെ റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് 8%. അതായത് 1 ഇയറിലതാണ് 8%. ആൻഡ് ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1.5 years? അതായത് ഒരു വർഷവും പിന്നൊരു ഹാഫ് ഇയറും, അതായത് 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും അനിലിന് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയായിട്ട് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ. സോ ദർ ആർ ഹൗ മെനി ഹാഫ്സ് ഇൻ 1.5 years? 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഉണ്ട്? ദർ ഈസ് 3 halves in 1.5 years. There are 3 half years in 1.5 years. Okay. Then the annual interest is equal to 8%. Annual interest ആണ് 8%. So the rate of 6 month, അതായത് ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 8% ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇയർ വരുമ്പോൾ ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 4% അല്ലേ? 4%. ആൻഡ് ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് ഹാഫ് ഇയേഴ്സ് പ്രിൻസിപ്പിൾ. ആദ്യത്തെ ഹാഫ് ഇയറിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 20,000. ഹിയർ ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആണെങ്കിൽ അതിനകത്ത് എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് വിൽ ബി വേരി, എന്താണ് ആ ഡ്യൂറേഷൻ അനുസരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇയറിലേക്ക് മാത്രമായിരിക്കും അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് 20,000. സോ ഫസ്റ്റ്
first half year's principal is equal to 20,000. First half year's principal is equal to 20,000 and first half year's interest എങ്ങനെയാണ് നമ്മൾ പഴയ ചെയ്യുന്ന പോലെ തന്നെ 20,000 ഇൻറ്റു റേറ്റ് R/100 ആണ്. ഇവിടെ ഹാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആവുമ്പോൾ അവിടെ തെറ്റരുത്, 8 അല്ല ഇടുന്നത്, 4 ആണ് ഇടുന്നത്. സോ 4%, 4/100. സോ എന്ത് കിട്ടും? യുൽ ഗെറ്റ് 800 rupees. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 800 rupees. ഇനി സെക്കൻഡ് ഹാഫിലെ പ്രിൻസിപ്പൽ എന്താണ്? സെക്കൻഡ് ഹാഫിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ എമൗണ്ടും ഈ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? സോ second half year's principal is equal to 20,000 plus 800, that is എന്ത് കിട്ടും? 20,000 and 800. സോ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് ഫൈൻഡ് ചെയ്തത്? അവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള എല്ലാം എടുത്തെഴുതണം. ദാറ്റ് ഈസ് ദർ ആർ 3 half years in 1.5 years that we know, and in question saying that annual interest is 8%, so half yearly interest is 4%, and first half year's principal is, we know that it is 20,000, and then we find the first half year's interest. Okay, then second half year's principal amount is first half year's principal plus first half year's interest, that is 20,800. Then we have to find second half year's interest. Second half year's interest is equal to എത്രയാണ്? 20,800 into 4/100. So the answer will be എത്ര കിട്ടും? 832 rupees. Then നമുക്ക് സെക്കൻഡ് ഹാഫ് ഇയർ ആയപ്പോഴത്തേക്കും 2 half year ആയപ്പോൾ 1 year ആയി. നമുക്ക് 1.5 yearsൻ്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ഇനി എന്താണ്? തേർഡ് ഹാഫ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഫൈൻഡ് ചെയ്യണം. തേർഡ് half year's principal is this 20,800 plus 832. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ we will get 21,632 rupees. So then next interest is equal to 21,632 into 4/100, that is 865.28 rupees. Then നമുക്ക് amount he gets back after 1.5 years ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് amount gets back after 1.5 years ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ one method. ഈ ഒരു മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന മെത്തേഡ്. Then we already studied one more method, that is p into 1 plus r/100 the whole raised to n എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതും അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ഇത്ര സ്റ്റെപ്സ് എടുക്കും. ദെൻ നമ്മൾ ഈസി മെത്തേഡിലോട്ട് പോവാണ്. എന്താണ് ആ മെത്തേഡ്? This can be calculated directly using the formula p into 1 plus r/100 the whole raised to n. Here the p is 20,000. 20,000 into 1 plus r. Here the r is not 8, it is 4. 4/100.
100 the whole raised to 1.5 ഇയേഴ്സിനകത്ത് എത്ര ടൈംസ് ഉണ്ട്, എത്ര ഹാഫ് ഇയർ ഉണ്ട്? 3 ഹാഫ് ഇയർ ഉണ്ട്. നമ്മൾ റേറ്റ് എടുത്തിരിക്കുന്നത് 4% ആണ്, 8 അല്ല. ദിസ് ഈസ് 4% ബിക്കോസ് 3 ടൈംസ് ആണ് എടുക്കുന്നത് അല്ലേ. ആൻഡ് ദ ഹോൾ റേസ്റ്റ് നമ്മൾ എത്ര കൊടുക്കണം? എന്നിൻ്റെ പ്ലേസിൽ എത്ര വരും? 3 ക്വാർട്ടർ ആണ് വരുന്നത് അല്ലേ. എന്നിൻ്റെ പ്ലേസിൽ 3 ഹാഫ് ആണ് വരുന്നത്. സോ അവിടെ 3 കൊടുക്കണം. ഓക്കെ, 3 കൊടുക്കണം. ദെൻ ഫൈൻഡ് ദ ആൻസർ. 20,000 ഇൻറ്റു 104/100 ദ ഹോൾ ക്യൂബ് വരും. സോ ഇതിനെ 3 ടൈംസ് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് 20,000 ഇൻറ്റു 104/100 ഇൻറ്റു 104/100 ഇൻറ്റു 104/100. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 22,497 rupees. അപ്പോൾ ഈ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴും പഴയ രീതിയിൽ